നമ്മൾ അവളിലേക്കൊന്നും അങ്ങോട്ട് ഫീഡ് ചെയ്യാൻ നിൽക്കണ്ട. എല്ലാം ഇവൾ തനിയെ കണ്ടെത്തിക്കൊള്ളും. മനസ്സിലായി. ഉണരും പിന്നെ അറിയിക്കണം. ശരി ഗുരുജി. ചിത്തിര നക്ഷത്രം, കർക്കിടക രാശി, ശനി 5-ാം ഭാവത്തിലും. ജന്മബന്ധത്തെക്കാൾ വലിയ കർമ്മബന്ധം. ഗുരുജി, കാര്യങ്ങളൊന്ന് വിശദമായിട്ട് പറഞ്ഞാല്. വിശദമായിട്ട് തന്നെ പറയാം. ജാതകവശാൽ സമൃദ്ധിക്ക് സമയം അത്ര നല്ലതല്ല. ഇതൊരു കർമ്മചക്രമാണ്. നഷ്ടപ്പെട്ട ജീവിതം പുനർനിർമ്മിക്കാൻ വിധിക്കപ്പെട്ട ജാതകമാണ് സമൃദ്ധയുടേത്. അല്ല, അതാണല്ലോ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചിത്ര പൗർണമിക്ക് അവളുടെ ഓർമ്മ തിരിച്ചു കിട്ടുമല്ലോ അല്ലേ? അതിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഗോകുലിനോട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അമ്മയോട് ഇതൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഓർമ്മ തിരിച്ചു കിട്ടുന്നതാണോ കിട്ടാതിരിക്കുന്നതാണോ, ഏതാണ് മനസ്സിലെ ആഗ്രഹം? അത് പിന്നെ അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടുന്നതല്ലേ ഞങ്ങൾക്ക് സന്തോഷം. എല്ലാ അമ്മായിമ്മമാരും മരുമക്കളോട് ഇത്രയും സ്നേഹമുള്ളവരായിരുന്നെങ്കിൽ ഈ ലോകം എത്ര നന്നായിരുന്നു അല്ലേ ഗോകുൽ? ചികിത്സയ്ക്ക് ഭംഗം വരാതിരുന്നാൽ എല്ലാം ശുഭമായി തന്നെ അവസാനിക്കും. എല്ലാം നല്ലതുപോലെ വരാൻ ഞങ്ങൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ജാതകം അനുസരിച്ച് സമൃദ്ധയ്ക്ക് 2 ജീവിതമുണ്ട്. ഇന്ന് കാണുന്ന ആൾ ആദ്യ ജീവിതത്തിലെ ആളെയല്ല. ആദ്യ ജീവിതം എന്നെ അവസാനിച്ചു കഴിഞ്ഞതാ. അല്ലെങ്കിലും ഓർമ്മ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ. അതെ. എന്തായാലും ഭഗവാൻ നല്ലൊരു തീരുമാനം എടുക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ബാക്കി ചികിത്സകൾ കൂടി പൂർത്തിയാക്കാൻ നിങ്ങൾ രണ്ടുപേരും ഒപ്പം ഉണ്ടായാൽ മാത്രം മതി. ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെയുണ്ട്. ഗുരുജി പറയുന്നത് എന്തും ഞങ്ങൾ ചെയ്യാം. എല്ലാം ശുഭമായിട്ട് വരും. മരുമകൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടാൻ പ്രാർത്ഥിച്ചോളൂ. ഭഗവാൻ അനുഗ്രഹിക്കും. ഇനി ചികിത്സയുടെ അവസാന ഘട്ടമാണ്. അതിനു വേണ്ട ഒരുക്കങ്ങൾ നടത്തിക്കോളൂ. ശരി ഗുരുജി. ഈ ജാതകത്തിൽ നിഗൂഢതകൾ അനവധിയാ. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്താ ഗുരുജി? ഈ ജാതകപ്രകാരം സമൃദ്ധ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല.